എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ കുറച്ച് ദിവസം ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇവിടെ ഹോളിഡേയ്സ് ആയിരുന്നു 4 ദിവസം. അപ്പൊ എല്ലാവരും ഹോളിഡേയ്സ് എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. വ്ളോഗ് ഇടാൻ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ തീർച്ചയായിട്ടും ഇടാം. വരുന്ന ദിവസങ്ങളിൽ വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവമാണ്, അതായത് നോൺ വെജ് ആണ്, നമ്മുടെ ചില്ലി ബീഫ്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വെജിറ്റേറിയൻ ഐറ്റംസ് തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ കുറച്ച് പേര് എന്നോട് പറഞ്ഞു, എന്താ ചേച്ചി ഞങ്ങൾ മറന്നുപോയെന്ന്. ഒരിക്കലും ഇല്ല, ഞാൻ ആരും മറക്കില്ല കേട്ടോ. അപ്പോൾ ക്രിസ്മസ് അല്ലേ വരുന്നത്, അപ്പോൾ എന്തായാലും ക്രിസ്മസിന്റെ തുടക്കമായിട്ട് നമുക്ക് ചില്ലി ബീഫ് തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ചേട്ടൻ അപ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. അവര് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ എല്ലാവരും അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആലു മട്ടർ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സന്തോഷം. കാണാത്തവർ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള അതേസമയം സ്പൈസി ആയിട്ടുള്ള ചില്ലി ബീഫ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചില്ലി ബീഫ് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. അപ്പോൾ ഈ കളറിൽ എന്താണ് ബീഫ് ഇരിക്കുന്നതെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ഞാൻ കുറച്ച് വിനീഗർ ഉപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വാഷ് ചെയ്തപ്പോഴാണ് ഈ കളർ വന്നിരിക്കുന്നത് കേട്ടോ. ഇച്ചിരി പിങ്കിഷ് കളറായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. ഉളുമ്പ് മണം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിനീഗർ ഒഴിക്കുന്നത്. അതെല്ലാം മീറ്റിൽ ഞാൻ വിനീഗർ ഒഴിച്ചിട്ടാണ് വാഷ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചാലും മതിയാവും, അല്ലെങ്കിൽ നിങ്ങൾ താല്പര്യം പോലെ വാഷ് ചെയ്തോളൂ. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ അധികം തിക്നെസ് ഇല്ലാതെ ഈ ഒരു ഷേപ്പിലാണ് മീറ്റ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ബീഫ് ചില്ലി ഇട്ടപ്പോൾ നീളത്തിലുള്ള രീതിയിലാണ് മുറിച്ചിട്ടുണ്ടായിരുന്നത്. ഈ റെസിപ്പിക്ക് നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ മുറിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ ആദ്യമായിട്ട് ചില്ലി ബീഫ് ഉണ്ടാക്കിയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീഫ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഫ്രൈ ചെയ്യാൻ ഓയിലിട്ടു. പക്ഷെ എത്ര ഫ്രൈ ചെയ്തിട്ടും ബീഫിന്റെ ഉള്ളിൽ കുക്കാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇരട്ടിപ്പണിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ചില്ലി ബീഫ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഫ്രൈ ചെയ്യാറുള്ളൂ. ബീഫ് മൂത്തതാണോ ഇളയതാണോ അതിനനുസരിച്ചായിരിക്കും ഇതിന്റെ കുക്കിംഗ് ടൈം. അപ്പോൾ ഓരോ സ്ഥലത്ത് കിട്ടുന്ന ബീഫ് അനുസരിച്ചും കുക്കിംഗ് ടൈമിൽ മാറ്റം വരും കേട്ടോ. അപ്പോൾ ഇത് ടെൻഡർ ബീഫ് ആയതുകൊണ്ട് ഒരു 3 വിസിൽ കുക്കാവുന്ന ഞാൻ വിചാരിക്കുന്നു. എനിവേ നമുക്ക് 3 വിസിൽ വെച്ച് നോക്കാം. അതിനുശേഷം കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും കുക്ക് ചെയ്യാം. ഓവറായിട്ട് വേവാനും പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കാം. അതിലോട്ട് നമുക്ക് ബീഫിന്റെ പീസസ് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അത് ബ്ലാക്ക് ആയാലും വൈറ്റ് ആയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം. ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഈ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു 3 വിസിൽ വെക്കുക. എന്നിട്ട് ഓഫ് ചെയ്തിടുക. ഇതിനുള്ളിലത്തെ പ്രഷർ മാറിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഒരു 4 വിസിലെടുത്തു. 3 വിസിലായപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും ഒരു വിസിലും കൂടി വെച്ചു. പിന്നെ അതിന്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിനു ശേഷം ഓപ്പൺ ചെയ്ത് നോക്കി, വെന്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് തണുത്തിട്ടുള്ളതാണ്, തണുപ്പിച്ച ബീഫാണ്. അതായത് ചൂടോടുകൂടി നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റില്ല, തണുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് കുറച്ച് ഐറ്റംസ് ചേർത്ത് കൊടുക്കണം. ഞാൻ ബീഫ് ആയതുകൊണ്ട് കുറച്ച് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് 4 പച്ചമുളക് വളരെ നൈസാക്കി എറിഞ്ഞിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം, അല്ലെങ്കിൽ കുറച്ച് ഇഞ്ചി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, നൈസാക്കി എറിഞ്ഞത്. അതുപോലെ തന്നെ കുറച്ച് ഒരു 3-4 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി എറിഞ്ഞത്, കുറച്ച് സെലറി. ഇതൊക്കെ ഓപ്ഷനിലാണ്. കുറച്ചും കൂടെ ഫ്ലേവർ ആ ബീഫിന്റെ പീസിന് കിട്ടാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നേ ഉള്ളൂ. ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസ് ആണ്. ഡാർക്ക് സോയാ സോസ് അല്ലെങ്കിൽ ഏത് സോയാ സോസാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ചെയ്ത പോലെ സോയാ സോസ്. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, സോയാ സോസിൽ ഉപ്പുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ആദ്യം ചേർക്കണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ആ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. മറ്റേ സാധാരണ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ കോൺഫ്ലോറും മൈദയൊക്കെ നമ്മൾ ചേർക്കാറുണ്ട്. ഇതിൽ ഒരുപാട് വേണ്ട. പീസസിലോട്ട് ജസ്റ്റ് ഒന്ന് പരണ്ടാൽ മാത്രം മതിയാവും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പരട്ടി, സമയം ഉണ്ടെങ്കിൽ 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം, പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇതിന് മുകളിൽ ജസ്റ്റ് ആ കോൺഫ്ലോറിന്റെ മിക്സ് ഒന്ന് പരണ്ടാൽ മാത്രം മതിയാവും കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യാണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അത് ബീഫ് അനുസരിച്ചിരിക്കും. ഇളയ ബീഫാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ
ഒത്തിരി മൂത്ത ബീഫാണെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നത് കുക്കാവില്ല, പിന്നെ നമുക്ക് ഇരട്ടിപ്പണിയാവും. കുക്ക് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇത് മിനിമം 20 മിനിറ്റ് വെക്കുക. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ബീഫ് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ബീഫിന്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ അത് മാത്രമല്ല, ഇത് ഓവറായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കല്ലുപോലെ ഇരിക്കും കേട്ടോ, അതും ശ്രദ്ധിക്കണേ. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ എടുക്കുകയാണ് കേട്ടോ. ഒരു 4 മിനിറ്റ് ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ളൂ, തിരിച്ചു മറിച്ചിട്ടിട്ട്. അതില്ലേ ഒരു നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കങ്ങ് കോരി എടുത്തിട്ട് ഒരു സ്ട്രെയിനറിലോട്ട്, അതായത് ഒരു അരിപ്പയിലോട്ട് മാറ്റി വെക്കാം. ബാക്കിയുള്ള ബീഫും നമുക്ക് വറുത്തെടുക്കാം. ഇങ്ങനെ കിരുകിര സൗണ്ട് വരാൻ പാടില്ല, അതായത് ഒരുപാട് ക്രിസ്പ് ആവാൻ പാടില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇതാ ഞാനിവിടെ ഫുള്ള് ബീഫ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ചില്ലി ബീഫ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്കിനി ചില്ലി ബീഫ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ അപ്പുറത്ത് വെച്ചിട്ട് പുക വന്ന് നമ്മുടെ വാച്ച്മാൻ ചേട്ടൻ വന്നു. അപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പെട്ടെന്ന് പുക വരും. നമ്മൾ ഇതിൽ ചേർക്കുന്നത് നല്ലെണ്ണ ആയതുകൊണ്ട്. അപ്പം നല്ലെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് ആ ബീഫ് വറുത്ത എണ്ണ ഉപയോഗിക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. ഞാൻ പിന്നെ നല്ലെണ്ണ ഫ്രഷ് ആയി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കൊത്തി എരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയാണത്. ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാപ്സിക്കം ആണ്. ക്യാപ്സിക്കം വളരെ നൈസാക്കി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ സെലറി ആണ്. സെലറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സെലറി ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കത് വഴറ്റിയെടുക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ചില്ലി പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, സെയിം റെസിപ്പി തന്നെയാണ്. അതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൊത്തിരിഞ്ഞ സവാള വീണ്ടും നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു അല്പം ഉപ്പാണ്. നമുക്ക് സോയാ സോസ് ചേർക്കേണ്ടതാണ്. അപ്പോൾ അതിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഇപ്പം ആദ്യമേ ഒരുപാട് ഇടണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 15 പച്ചമുളക് സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്തതാണ്. അത് ഇതിൽ എരിവ് അത്യാവശ്യം വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം കേട്ടോ. അതിലേക്ക് ഞാനൊരു 2 ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് സോസുകൾ ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് കുറയ്ക്കാം. സോസ് എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ആണ്. ചില്ലി സോസ് പച്ചയാണെങ്കിലും ചോപ്പാണെങ്കിലും കുഴപ്പമില്ല. ഇതിൽ പച്ചമുളക് ഉള്ള കാരണം പിന്നെ അഥവാ നിങ്ങളുടെ അടുത്ത് ചില്ലി സോസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചെയ്യാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് സോയാ സോസ് ആണ്. ഏതാണ് നിങ്ങളുടെ അടുത്തുള്ള സോയാ സോസ്, ആ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഡാർക്ക് ആണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. അതേസമയം ഓൾ പർപ്പസ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വിനീഗർ, പേരിന് വേണ്ടി മാത്രം മതി. മിക്സ് ചെയ്യുക. ഞാനിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ചേർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ സോസിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. കാരണം ബീഫ് കഴിക്കാത്തവർക്ക് ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം ഈ സോസിലോട്ട്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഉപ്പ് കുറവാണ്, പുളിയുണ്ട്, എരിവുണ്ട്. അപ്പം അതൊന്നും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്, ടേസ്റ്റ് നോക്കിയിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ക്യൂബ്സ് ആയി അരിഞ്ഞിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ ക്യാപ്സിക്കമാണ്. ഒരു പകുതി ക്യാപ്സിക്കവും അതുപോലെ തന്നെ പകുതി സവാളയും മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് ആയതിനു ശേഷം നമുക്ക് ഇതിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് നോക്കി ഉറപ്പ് വരുത്തുക എല്ലാം നന്നായിട്ടുണ്ടെന്ന്. ടേസ്റ്റ് അതായത് ഉപ്പും പുളിയും എരിവും ഒക്കെ. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ബീഫാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തീയിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് ഇതിൽ കുക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് ഡ്രൈ ആക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ ലൂസ് അത് സെമി മീഡിയം കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ബീഫ് ഇട്ടതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ഒന്ന് കലക്കി ഒഴിക്കുക. ഇതിപ്പോൾ ഞാൻ ഡ്രൈ ആകുന്ന കാരണം ഇനി വേറെ ഒന്നും ചെയ്യുന്നില്ല. നന്നായി മിക്സ് ചെയ്ത് 2 മിനിറ്റ് കുക്ക് ചെയ്ത് അങ്ങ് എടുക്കുകയാണ് കേട്ടോ. ഇതാണ് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഡ്രൈ ആയിട്ടുള്ള ചില്ലി ബീഫ്. ഇതിൻ്റെ കളർ ബ്ലാക്ക് ആണ്. ഇപ്പോൾ ഇവിടെ അടുക്കളയിലത്തെ കളർ ഇതിൽ കൂടെ നോക്കുമ്പോൾ വേറെ റെഡ് ഫിഷ് കളർ പോലെ തോന്നും. എളുപ്പമാണ് ചെയ്യാൻ. 1-2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓഫ് ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ വേണമെങ്കിൽ കലക്കി ഒഴിക്കാം. അപ്പോൾ കലക്കി ഒഴിക്കുമ്പോൾ ഇതും കൂടെ കുറച്ചൊന്ന് പരണ്ടിരിക്കണ പോലെ തോന്നും. പക്ഷേ ഇവിടെ ഞാൻ ചേട്ടൻ പറഞ്ഞു കോൺഫ്ലോർ ഒഴിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ പച്ച ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് നല്ലെണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. സാലറി എൻ്റെ അടുത്ത് കുറച്ചുണ്ട് ഉള്ള കാരണം അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. സാലറി ഇടുമ്പോൾ ഒരു പ്രത്യേക നമ്മൾ ഈ പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കറക്റ്റ് ആ ഫ്ലേവർ വരും. അപ്പം എപ്പടിയുണ്ട് കാണാൻ, അല്ലെങ്കിൽ അപ്പുറത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ ഒറിജിനൽ കളർ കേട്ടോ. അടുക്കളയിൽ വേറെ കളർ പോലെയാണ് തോന്നുന്നുണ്ടായിരുന്നത്. നല്ല ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെയല്ല നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാറുള്ളത്. അപ്പം ഞാനിത് ഫോട്ടോ എടുത്തതിന് ശേഷം കൊണ്ടുവരാം. ഓക്കെ. അപ്പോൾ ഈ ക്രിസ്മസിന് ബീഫ് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും നമ്മുടെ മീനാസ് കറിവേൽ സ്പെഷ്യൽ ചില്ലി ബീഫ് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഞാൻ പറഞ്ഞ പോലെ ഇത് നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഓവറായി ഫ്രൈ ചെയ്യാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.